നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. ഷുവർ ഷോർട്ട് കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ആണ്. അപ്പോൾ ക്ലാസ് കണ്ടിട്ട് പരീക്ഷ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഉണ്ടായിരിക്കും. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുവേ. അപ്പോൾ കറണ്ട് അഫയേഴ്സ് 2025, കറണ്ട് അഫയേഴ്സ് 2025 എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ക്ലാസ്സുകളെല്ലാം ഉണ്ടായിരിക്കും. പരീക്ഷ നിങ്ങൾ നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യണം. ക്ലാസ് കണ്ട് പഠിച്ചാൽ മാത്രം പോരാ, അതൊന്ന് വിലയിരുത്തണ്ടേ, നിങ്ങൾ എത്രത്തോളം മനസ്സിലാക്കി എന്ന് വിലയിരുത്തണ്ടേ. ഓക്കെ, അപ്പൊ നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമന്റിലും കൊടുത്തേക്കാം. കൂടാതെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കോഴ്സുകളെല്ലാം നടന്നു വരികയാണ്. ഫയർമാന് വേണ്ടിയിട്ട് 50 days റിവിഷൻ ടൈം ടേബിളും ഡെയിലി എക്സാമും സെറ്റ് ചെയ്തിട്ടുണ്ട്. അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ ക്ലാസ്സുകൾ നടന്നു വരികയാണ്. അബ് അസിസ്റ്റന്റ് മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടി റിവിഷൻ ടൈം ടേബിളും എക്സാമും എല്ലാം ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ജനറൽ PSCക്ക് വേണ്ടിയിട്ട് ബാച്ച് ഉണ്ട്. ഇനി വരാനിരിക്കുന്ന കമ്പനി LGS വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ വരും. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, ബെവ്കോ LD മുതലായ പരീക്ഷകൾക്കും വേണ്ടിയിട്ടും ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 10th പ്രിലിംസ് 2025 വേണ്ടിയിട്ട് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം വളരെ തുച്ഛമായിട്ടുള്ള ഫീസിലാണ്. അപ്പൊ ഹർഷിതം എഡ്യൂടെക് ആപ്പിലാണ് ക്ലാസ് വരുന്നത്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഫസ്റ്റ് കമന്റിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ടായിരിക്കും. പ്ലേ സ്റ്റോറിൽ ഹർഷിതം എഡ്യൂടെക് എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ക്ലാസ്സിലേക്ക് പോയാലോ? ആദ്യത്തെ പോയിന്റ്, ഒരു പുരസ്കാരത്തിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. OV വിജയന്റെ പേരിലുള്ള പുരസ്കാരമാണ് OV വിജയൻ സ്മാരക ചെറുകഥാ പുരസ്കാരം. അടുത്തിടെ OV വിജയൻ സ്മാരക ചെറുകഥാ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സന്തോഷ് ഏച്ചിക്കാനത്തിനാണ്. ഇദ്ദേഹത്തിന്റെ കവണ എന്ന ചെറുകഥയ്ക്കാണ് പുരസ്കാരം ലഭിച്ചത്. അപ്പൊ കവണ എന്ന ചെറുകഥയുടെ രചയിതാവ് ആര്? സന്തോഷ് ഏച്ചിക്കാനം. സന്തോഷ് ഏച്ചിക്കാനത്തിന്റെ മറ്റൊരു കൃതി ഉണ്ടല്ലോ, പ്രധാനപ്പെട്ട ഒരു കൃതി. ഏതാ അത്? ബിരിയാണി. ബിരിയാണി എന്ന കൃതിയുടെ രചയിതാവും ആര് തന്നെയാണ്? സന്തോഷ് ഏച്ചിക്കാനമാണ്. 2025 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നം, മാസ്കോട്ട് ഏതാണ്? ഗജസിംഹ. ഗജസിംഹയാണ് 2025 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നം. വേദി എവിടെയാണ്? ബീഹാറിലാണ്. കുറച്ച് മത്സരങ്ങൾ ന്യൂഡൽഹിയിൽ നടക്കുന്നുണ്ട്. പ്രധാന വേദി ബീഹാർ ആണ്. ബീഹാർ. 2020 ചരിത്രത്തിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കായിക താരം ആര്? വൈഭവ് സൂര്യവംശിയാണ്. 2020 ചരിത്രത്തിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആര്? വൈഭവ് സൂര്യവംശി. ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഒരു സംസ്ഥാനത്തിന്റെ PSC മ്യൂസിയം കേരളത്തിലാണ് ഉദ്ഘാടനം ചെയ്തത്. കേരള PSC മ്യൂസിയമാണ്. എവിടെയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്? തിരുവനന്തപുരത്തെ പട്ടം PSC ഓഫീസിലാണ്. പട്ടം, തിരുവനന്തപുരം. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ PSC മ്യൂസിയം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെയാണ്? കേരളത്തിലാണ്. തിരുവനന്തപുരത്തെ പട്ടം PSC ഓഫീസിലാണ്. ഓക്കെ, ഇനി രാജ്യത്തെ ആദ്യത്തെ ബയോ ബാങ്ക് നിലവിൽ വന്ന മൃഗശാല ഏത്? രാജ്യത്തെ ആദ്യത്തെ ബയോ ബാങ്ക് നിലവിൽ വന്ന മൃഗശാല സ്ഥിതി ചെയ്യുന്നത് ഡാർജിലിംഗിലാണ്. മൃഗശാലയുടെ പേര് പത്മജ നായിഡു ഹിമാലയൻ സുവോളജിക്കൽ പാർക്ക്. പത്മജ നായിഡു ഹിമാലയൻ സുവോളജിക്കൽ പാർക്കിലാണ് രാജ്യത്തെ ആദ്യത്തെ ബയോ ബാങ്ക് സ്ഥാപിതമായത് എന്ന് ഓർക്കുക. രാജ്യത്തെ ആദ്യത്തെ ബയോ ബാങ്ക് സ്ഥാപിതമായത് എവിടെയാണ്? ഡാർജിലിംഗിലാണ്. ഏത് മൃഗശാലയിലാണ്? പത്മജ നായിഡു ഹിമാലയൻ സുവോളജിക്കൽ പാർക്കിലാണെന്ന് ഓർക്കുക. കേന്ദ്ര സാമ്പത്തിക ഉപദേഷ്ടാവായി അടുത്തിടെ നിയമിതനായത് ആര്? വി അനന്തനാഗേശ്വരൻ ആണ്. വി അനന്തനാഗേശ്വരൻ ആണ് കേന്ദ്ര സാമ്പത്തിക ഉപദേഷ്ടാവായി അടുത്തിടെ നിയമിതനായത്. 2025 മെയ് മാസം പ്രവർത്തനം അവസാനിപ്പിച്ച ഒരു വീഡിയോ കോൺഫറൻസിംഗ് സോഫ്റ്റ്വെയർ ഉണ്ട്. ഏതാ അത്? സ്കൈപ്പ് ആണ്. സ്കൈപ്പ് 2003 നിലവിൽ വന്ന സ്കൈപ്പ് വീഡിയോ കോൺഫറൻസിങ്ങിന് വേണ്ടി ആൾക്കാരൊക്കെ ഉപയോഗിച്ച സ്കൈപ്പിന്റെ പ്രവർത്തനം 2025 മെയ്യോടുകൂടി നിർത്തലാക്കി. 2017 മൈക്രോസോഫ്റ്റ് ഇതേ ആവശ്യത്തിന് വേണ്ടി രൂപകൽപ്പന ചെയ്ത ടീംസ് ഈ ഒരു പർപ്പസ് തുടർന്നുകൊണ്ടിരിക്കും. വീഡിയോ കോൺഫറൻസിങ്ങിന്റെ പർപ്പസ് തുടർന്നുകൊണ്ടിരിക്കും. അത് 2017 ടീംസ് ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, അപ്പൊ പറഞ്ഞ ഇത്രയും പോയിന്റ്സ് ക്ലിയർ അല്ലേ? അടുത്തയിലേക്ക് പോകാം. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം വിവർത്തനത്തിനുള്ള, മലയാളത്തിലേക്കുള്ള വിവർത്തനത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്ക്? KV കുമാരനാണ്.
എസ്.എൽ. ഭൈരപ്പയുടെ യാനം എന്ന കന്നഡ നോവൽ അതേ പേരിൽ തന്നെ മലയാളത്തിലേക്ക് എന്ത് ചെയ്തു, വിവർത്തനം ചെയ്തു. അതിനാണ് ഇദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത്. KV കുമാരൻ, വിവർത്തനത്തിനുള്ള പുരസ്കാരം 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരമാണ്. KV കുമാരൻ. രാജ്യത്തെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലം നിലവിൽ വന്നത് എവിടെ? തമിഴ്നാട്. അതേതാ ആ പാലം? പാമ്പൻ പാലമാണ്. 2025 ഏപ്രിൽ മാസം 6-ാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പാമ്പൻ പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. രാമേശ്വരം താമ്പരം എക്സ്പ്രസ് ട്രെയിൻ ആണ് ഇതിൽ കൂടി ആദ്യമായി ഓടിയത്. ഈ ട്രെയിനിന് പച്ചക്കൊടി കാണിച്ചുകൊണ്ടാണ് 2025 ഏപ്രിൽ 6-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാമ്പൻ പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. പാമ്പൻ പാലത്തിന്റെ ഉയരം സമുദ്രനിരപ്പിൽ നിന്നും 2.5 മീറ്ററും നീളം 2.08 കിലോമീറ്ററുമാണെന്ന് ഓർക്കുക. അപ്പൊ പാമ്പൻ പാലത്തിന്റെ ഉയരം സമുദ്രനിരപ്പിൽ നിന്നും 2.5 മീറ്റർ, നീളം എത്രയാണ്? 2.08 കിലോമീറ്റർ. ഓക്കെ, പഴയ ഒരു പാമ്പൻ പാലം ഉണ്ടായിരുന്നല്ലോ. 1911 പണി തുടങ്ങി, 1913 പണി തീർന്ന് 1914 തുറന്നുകൊടുത്ത പാമ്പൻ പാലം അതിനെന്ത് സംഭവിച്ചു? 1961 രാമേശ്വരത്തുണ്ടായ ചുഴലിക്കാറ്റിൽ ഈ പാലം തകർന്നുപോയി. പിന്നീട് നിർമ്മിച്ച പുതിയ പാലം, ഈ ശ്രീധരനും സംഘവും രൂപകൽപ്പന ചെയ്ത പുതിയ പാമ്പൻ പാലം ഉദ്ഘാടനം ചെയ്തത് 2025 ഏപ്രിൽ മാസം 6-ാം തീയതിയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ കടൽ പാലം ഏതാണ്? അടൽ സേതു ആണ്. അടൽ സേതു. ഓക്കെ, അപ്പൊ ഇതിന്റെ ഉയരം ഓർക്കുക, സമുദ്രനിരപ്പിൽ നിന്നും 2.5 മീറ്റർ, നീളം ഓർക്കുക 2.08 കിലോമീറ്റർ. ഉദ്ഘാടനം ചെയ്ത ഡേറ്റ് ഓർക്കുക 2025 ഏപ്രിൽ 6. ക്ലിയർ? വനം വന്യജീവി വകുപ്പ് പുറത്തിറക്കിയ സർപ്പ മൊബൈൽ ആപ്ലിക്കേഷന്റെ ബ്രാൻഡ് അംബാസിഡർ ആര്? ടോവിനോ തോമസ് ആണ്. ടോവിനോ തോമസ് ആണ് വനം വന്യജീവി വകുപ്പ് അടുത്തിടെ പുറത്തിറക്കിയ സർപ്പ എന്ന മൊബൈൽ ആപ്ലിക്കേഷന്റെ ബ്രാൻഡ് അംബാസിഡർ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ പുതുക്കിയ വേതന പ്രകാരം കേരളത്തിലെ നിലവിലുള്ള വേതനം എത്രയാണ്? 369 രൂപയാണ്. നേരത്തെ എത്രയായിരുന്നു? 346 രൂപയായിരുന്നു. ഇപ്പൊ 369 രൂപയാണ് പുതുക്കിയ വേതനം. ഇനി പുതിയ കണക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ഏത്? ശനി. ശനിയുടെ ആകെ ഉപഗ്രഹങ്ങളുടെ എണ്ണം 274 ഗ്രഹങ്ങളോടുകൂടി ശനിയാണ് ഉപഗ്രഹങ്ങളുടെ പട്ടികയിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്. ഉപഗ്രഹങ്ങളോടുകൂടി ശനിയാണ് ഉപഗ്രഹങ്ങളുടെ പട്ടികയിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് എന്ന് ഓർക്കുക. വനിതാ ദിനം, അന്താരാഷ്ട്ര വനിതാ ദിനം എന്ന മാർച്ച് 8, 2025 അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ പ്രമേയം എന്താണ്? ഫോർ ഓൾ വുമൺ ആൻഡ് ഗേൾസ് റൈറ്റ്സ് ഇക്വാലിറ്റി എംപവർമെന്റ്. ഫോർ ഓൾ വിമൻ ആൻഡ് ഗേൾസ് റൈറ്റ്സ് ഇക്വാലിറ്റി എംപവർമെന്റ് എന്നതാണ് 2025 അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ പ്രമേയം. ഓക്കെ, അപ്പോ പറഞ്ഞ ഇത്രയും പോയിന്റ്സ് ക്ലിയർ അല്ലേ? പ്രധാനപ്പെട്ട ഫാക്ട്സ് ആണ് എല്ലാം പറഞ്ഞിരിക്കുന്നത്. ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യാം. OV വിജയൻ സ്മാരക ചെറുകഥാ പുരസ്കാരം അടുത്തിടെ ലഭിച്ചത് സന്തോഷ് ഏച്ചിക്കാനത്തിന്റെ കവണ എന്ന ചെറുകഥയ്ക്കാണെന്ന് ഓർക്കുക. 2025 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് മാസ്കോട്ട് അഥവാ ഭാഗ്യചിഹ്നം ഗജ് സിംഹ. എവിടെയാണ് വേദി? നടന്നു കഴിഞ്ഞു, ബീഹാറിലായിരുന്നു വേദി. 2020 ചരിത്രത്തിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആര്? വൈഭവ് സൂര്യവംശിയാണ്. ആദ്യത്തെ സംസ്ഥാന PSC മ്യൂസിയം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് തിരുവനന്തപുരത്തെ പട്ടത്താണ്. ഉദ്ഘാടനം ചെയ്ത ആരാണ്? നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. രാജ്യത്തെ ആദ്യത്തെ ബയോ ബാങ്ക് നിലവിൽ വന്ന മൃഗശാല ഡാർജിലിംഗിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏതാണ് ആ മൃഗശാല? പത്മജ നായിഡു ഹിമാലയൻ സുവോളജിക്കൽ പാർക്ക്. സാമ്പത്തിക ഉപദേഷ്ടാവായി അടുത്തിടെ നിയമിതരായത് വി അനന്ത നാഗേശ്വരനാണ്. സ്കൈപ്പിന്റെ പ്രവർത്തനം 2025 മെയ്യിൽ അവസാനിപ്പിച്ചു. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം മികച്ച വിവർത്തനത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് KV കുമാരനാണെന്ന് ഓർക്കുക. രാജ്യത്തെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലം എവിടെയാണ് സ്ഥാപിതമായത്? നിലവിൽ വന്നത് പാമ്പൻ പാലമാണ്, രാമേശ്വരത്ത്. വനം വന്യജീവി വകുപ്പിന്റെ സർപ്പ മൊബൈൽ ആപ്ലിക്കേഷന്റെ ബ്രാൻഡ് അംബാസിഡർ ആര്? ടോവിനോ തോമസ്. MGNREGP മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം കേരളത്തിലെ പുതുക്കിയ വേതനം എത്ര? 369 രൂപ. നേരത്തെ എത്രയായിരുന്നു? 346 രൂപ. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ശനി, 274 ഉപഗ്രഹങ്ങൾ. 2025
അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ പ്രമേയം മാർച്ച് 8 വനിതാ ദിനം. ദേശീയ വനിതാ ദിനം ഫെബ്രുവരി 13. അപ്പൊ അന്താരാഷ്ട്ര വനിതാ ദിനം മാർച്ച് 8. അതിന്റെ പ്രമേയം എന്തായിരുന്നു? 2025 ഫോർ ഓൾ വിമൻ ആൻഡ് ഗേൾസ് റൈറ്റ്സ് ഇക്വാലിറ്റി എംപവർമെന്റ്. ഓക്കെ, അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇതിന്റെ പരീക്ഷ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഉണ്ടായിരിക്കും. ജോയിൻ ചെയ്തേക്കാം, മസ്റ്റായിട്ട് ജോയിൻ ചെയ്യുക. ഇതുവരെ പരീക്ഷ തുടങ്ങിയ അനുസരിച്ച് 3 കറണ്ട് അഫയേഴ്സ് ക്ലാസ് ആണ് ഇന്നത്തോടും കൂടി ഉൾപ്പെടുത്തി എടുത്തിരിക്കുന്നത്. എല്ലാം കാണുക, നന്നായിട്ട് പഠിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ കോഴ്സുകളെല്ലാം നടന്നു വരികയാണ്. ഫുൾ സിലബസ് കവറേജ്, ഷുവർ ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, പുതിയ SCRT, പഴയ SCRT, PSA പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, ഹർഷിതം സ്പെഷ്യൽ ഷുവർ ഷോർട്ട് GK എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ക്ലാസ് കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ഡയറക്ട്ലി ചോദിച്ച് മനസ്സിലാക്കാനുള്ള ഓപ്ഷനും നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ലൈക്ക് ചെയ്തിട്ട് പോണേ. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.